ഈ വർഷത്തെ അക്ഷയ തൃതീയ 19-ന് നടക്കും. കേരളത്തിലെ ചെറുതും വലുതുമായ 12,000-ഓളം സ്വർണ്ണ വ്യാപാരശാലകൾ അക്ഷയ തൃതീയയ്ക്കായി ഒരുങ്ങി. സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർവേകുന്ന അക്ഷയ തൃതീയ ഏപ്രിൽ 19-ന് നടക്കും. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയ തൃതീയ ദിനത്തെ ജനങ്ങൾ കണക്കാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന സ്വർണ്ണ വ്യാപാരം നടക്കുന്നതും അക്ഷയ തൃതീയ നാളിലാണ്. സ്വർണം പോലുള്ള അമൂല്യ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുന്നത് ഒരു വർഷം വരെയുള്ള ഐശ്വര്യം നമ്മുടെ ഗ്രഹങ്ങളിലും സ്ഥാപനങ്ങളിലും നിലനിൽക്കൂ ഒരു ഐതിഹ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലുടനീളം അക്ഷയ തൃതീയ നാളിൽ വൻ വ്യാപാരങ്ങളാണ് നടന്നു വരുന്നത്. എല്ലാതരം ജനങ്ങളും അവരുടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന വസ്തുക്കളും പണവും ഉപയോഗിച്ച് ആ ദിവസങ്ങളിൽ ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു ലോഹം എന്ന നിലയിൽ സ്വർണവും വെള്ളിയും വാങ്ങി സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വർഷവും ഇത്ര പരാധീനതകൾ ഉണ്ടെങ്കിലും ജനം സ്വർണം പോലുള്ള വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ഒരു ദിവസത്തെ വരവേൽക്കാനായി ഇപ്പോൾ ഏപ്രിൽ 10-11 തീയതികളിൽ ബയർ സെല്ലർ മീറ്റ് നമ്മൾ സംഘടിപ്പിക്കും. ഈ ബയർ സെല്ലർ മീറ്റില് ഇന്ന് 200-ലധികം ആളുകള്, സ്വർണ്ണ വ്യാപാരികള്, ജെന്യൂനായിട്ടുള്ള സ്വർണ്ണ വ്യാപാരികൾ ഇവിടെ വരികയും ആഭരണങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ കടകൾ അലങ്കരിച്ചും എല്ലാ തരത്തിലും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വ്യാപാരികളും ഇത് സജ്ജമാകണം എന്നാണ് അസോസിയേഷന്റെ ഒരു വക്താവ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാ വ്യാപാരികളും നമ്മളെ വ്യാപാരത്തെ പരിപോഷിക്കാനുള്ള നടപടികൾ നമ്മൾ തന്നെ സ്വീകരിക്കുക. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അക്ഷയ തൃതീയ ദിനത്തിനായി ഒരുങ്ങുക. ഈ വർഷത്തെ അക്ഷയ തൃതീയയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വർണ്ണ വ്യാപാര സംഘടനയായ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചു. ഇന്ത്യയിൽ ഒരു ദിവസം ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്ന ദിവസമാണ് അക്ഷയ തൃതീയ ദിനം. കഴിഞ്ഞ വർഷം ഏതാണ്ട് 4 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് സ്വർണം വാങ്ങിക്കാനായി കേരളത്തിലെ ജുവലറികളിലേക്ക് ഒഴുകിയെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50% വിലവർധനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ 14,000 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില ഗ്രാമിന്. അക്ഷയ തൃതീയ ദിനം വിലയ്ക്ക് സ്വർണം വാങ്ങുമ്പോൾ അടുത്ത വർഷം എത്രയാണ് സ്വർണ്ണവില എന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സ്വർണ്ണവില കുതിക്കുകയാണ്. സർവ്വ ഐശ്വര്യങ്ങളുടെയും സുദിനമായ അക്ഷയ തൃതീയ ദിനത്തിൽ കേരളത്തിലെ ജനസമൂഹം സ്വർണം വാങ്ങുന്നതിനായി കേരളത്തിലെ സ്വർണ്ണ വ്യാപാരശാലകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമായിരിക്കും അക്ഷയ തൃതീയ. കേരളത്തിലെ 12,000-ഓളം സ്വർണ്ണ വ്യാപാരികൾ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കടകളും അലങ്കരിക്കുകയും പോസ്റ്ററുകൾ പതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ സ്റ്റോക്കുകൾ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പൂജിച്ച ലോക്കറ്റുകൾ മുതൽ കേരളത്തിലെ ചെറുതും വലുതുമായ 12,000-ഓളം സ്വർണ്ണ വ്യാപാരശാലകൾ അക്ഷയ തൃതീയയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അക്ഷയ തൃതീയയ്ക്ക് മുന്നോടിയായി തൃശൂരിൽ സംഘടിപ്പിച്ച ബെയർ സെല്ലർ മീറ്റ് പുതിയ ആഭരണ ശ്രേണികൾ എല്ലാ ജ്വല്ലറികളിലേക്കും എത്തിക്കുന്നതിന് അവസരമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 55% അധികം വിലവർധനയാണ് ഇത്തവണ സ്വർണത്തിന് അനുഭവപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിവസം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്തവരടക്കം 5 ലക്ഷത്തോളം കുടുംബങ്ങൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അബ്ദുൽ നാസർ പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.